ഈ വിഷയത്തിൽ ആരാ പ്രതി? ഞങ്ങളാണോ ഇദ്ദേഹമാണ്? ശരിക്കും ചോദിച്ചിട്ട് വേണം ചെയ്യാൻ സ്ഥാപനത്തിൽ ചോദിച്ചല്ലോ. അല്ല പ്രിൻസിപ്പാളോട് ചോദിച്ചു. പ്രിൻസിപ്പാളോട് സമ്മാനം തന്ന വീഡിയോ എടുക്കാൻ. സമ്മാനം തന്ന വീഡിയോ എടുക്കാൻ ഞാൻ ചോദിച്ചിട്ടില്ല. ആദ്യം അത് സ്ഥാപിക്കാം. കഴിഞ്ഞില്ലേ? ക്ലിപ്പ് ചെയ്തിട്ട് അതുകൊണ്ട് അല്ലാതെ പറയുന്നത് നിങ്ങളല്ലേ പറഞ്ഞത് എന്റെ കൂടെ ഒന്ന് ഇവിടെ സ്റ്റുഡിയോയിൽ വരെ പോകണം. ഈ ടൈപ്പിന്റെ ജസ്റ്റ് കോപ്പി ഞങ്ങൾക്ക് തരാം. ഒരു മാറ്റം നിങ്ങൾ വരുത്തണ്ട. ഒരു മാറ്റം ഞങ്ങൾ എവിടെങ്കിലും ഇതൊരു വിഷയത്തിൽ നടത്തിയെടുത്തിട്ട് അല്ല ഞങ്ങളെ ഒരു സെക്കൻഡ് അല്ല ഒരു നിങ്ങളിപ്പോ എന്നെ വിളിച്ചു വരുത്തി എന്തിനായിരുന്നു? എന്നെ ക്ലാസ്സിൽ നിന്ന് എന്നോട് വിളിച്ച് നിങ്ങൾ ഇതുവരെ സംസാരിച്ചില്ല. നിങ്ങളോട് ശ്രദ്ധിക്കണേ. നിങ്ങൾ ഇതുവരെ വാദമൊന്നുമില്ല. ഒന്നും ഈ വീട്ടിൽ കേട്ടിട്ടില്ല. നിങ്ങളൊന്നും പറയൂ. എന്തിനായിരുന്നു നിങ്ങൾ എന്നെ വിളിച്ചത്? പറയൂ. ഞാൻ രാവിലെ മാസെടുത്ത് വന്നു. സംഗതി ഇങ്ങനെ വിഷയം പറഞ്ഞു. അങ്ങനൊരു സംശയമുണ്ട്. അപ്പൊ ആ നിലക്ക് ക്യാമറന്റെ കാര്യം പറഞ്ഞില്ല. അപ്പൊ ആ നിലക്ക് ഒരാൾ വരും എന്ന് പറഞ്ഞു. ആ അടിസ്ഥാനത്തിലാണ് മാഷ് അതിന്റെ മുമ്പിൽ ദിവസം നിങ്ങൾ എന്നെ വിളിച്ചിട്ട് ആയിക്കോട്ടെ നിങ്ങളെ ഇബാദത്തുകൾ ഞാൻ നോക്കി. ഒറ്റ മിനിറ്റ്. നിങ്ങൾ ഇബാദത്തുകൾ ഞാൻ നോക്കി. അതിന് ഒരു പ്രശ്നവുമില്ല, അതിന് ചുരുക്കേ ഇല്ല എന്ന് ഞാൻ ചോദിച്ചപ്പോ നിങ്ങൾ പറഞ്ഞപ്പോ ഞാൻ ചോദിച്ചു റസൂലുള്ളാഹിന്റെ ഖബറിന്റെ അടുത്ത് പോയി ശുപാർശ തന്നെ ചെറുക്കല്ലേ അല്ലാന്ന് അല്ലേ? അല്ലാതെ പറഞ്ഞു നിങ്ങൾ ഖബറിന്റെ അടുത്ത് പോയി യാ റസൂലല്ലാഹ് വഖദ് ജിത്തുക മുസ്തഗ്ഫിറൻ മിൻ ദംബി മുസ്തശ്ഫിയൻ ബിക ഇലാ റബ്ബി എന്ന് റസൂലുള്ളാഹി നേരെ ഹിതാബോട് കൂടി ശുപാർശ നേടിക്കൊണ്ട് ഞാനിതാ വന്നിരിക്കുന്നു. ആ വാചകത്തിൽ ഇല്ലാന്നാണോ നിങ്ങളുടെ വാദം? അവിടെ ശിർക്കില്ലാന്നാണോ വാദം? ഈ ശുപാർശ നേടലുണ്ടോ? അവരുടെ അടുത്ത് പോയി ശുപാർശ നേടലുണ്ടോ? അതിന് അതെ അതല്ല ഇതേ വായിച്ച അർത്ഥം അതിന്റെ അർത്ഥം എന്താ? പിന്നെ അതിന്റെ അർത്ഥം എന്താ? അതല്ലേ പിന്നെ അതിന്റെ ഒരു അർത്ഥം ഉണ്ടാവുമല്ലോ. മഞ്ഞളില്ല ഇവിടെ ആവശ്യമില്ലല്ലോ. എന്നോട് പറഞ്ഞ കാര്യങ്ങൾക്കും തമ്മിൽ യാതൊരു ബന്ധമില്ലാണ്ടാണ് നിങ്ങൾ എന്നോട് പറഞ്ഞ ചെറിയ കുട്ടികൾ സംശയമുണ്ട്. അത് വേണമെങ്കിൽ തീർച്ചയായിട്ടും വേണ്ട. എന്നാ ചെറിയ കുട്ടീനെ വിടാം ക്യാമറയെ കുറിച്ച്. സ്ഥാപിക്കാൻ കഴിയെങ്കിൽ നിങ്ങൾ ആ മാതിരി വർത്താൻ പറയുന്നത് പറയുന്നതുകൊണ്ടാണ് അഭിമുഖം പറ്റുമെന്ന് പറയാം. എനിക്കറിയാം, നന്നായിട്ട് അറിയാം. ചെറിയ കുട്ടി ഏതാണ് വലിപ്പം കൂടിയതാണ് പ്രശ്നമെങ്കിൽ നമുക്ക് ഒരു കുട്ടീനെ വിടാലോ. നിങ്ങൾ മനസ്സിലാക്കണം. അല്ല വലിപ്പം കൂടിയതാണ് നിങ്ങളെ പ്രശ്നമെങ്കിൽ നമുക്ക് ഒരു കുട്ടീനെ വിടാം. ഞാൻ ഈ വിഷയത്തിൽ പുതിയ വർത്തമാനം വിഷയമാണ് പ്രധാനം. നിങ്ങൾ പറ. അതിന് എന്നോട് പറഞ്ഞ തവസ്സുലാണ് വ്യത്യാസം ഇല്ലായിരുന്നു. തവസ്സുലാണ്, അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞ അപകടങ്ങളൊന്നും ഇല്ലാതെന്നാണ് നിങ്ങൾ പറഞ്ഞത്. തവസ്സുൽ മരണാനന്തര തവസ്സുലിന്റെ വിധി എന്ത്? അവിടെ തവസ്സുല് മാത്രമേ ഉള്ളൂ, ഇസ്തിഹാസ ഇല്ല എന്നാണോ? 2. മൂന്നാമത്തത് നബിമാമർ ഉമ്മക്ക് മുമ്പ് വേറെ ഇതിനെതിരായി പറഞ്ഞിട്ടുണ്ടോ? 4. 5 നബിമാമർ അംഗീകരിച്ചിട്ട് പറഞ്ഞതാണോ അല്ലയോ? ഇതാണ് നിങ്ങൾ ഉത്തരം പറഞ്ഞത്. ചോദ്യത്തിന് ആവർത്തിച്ച് പറയണത്. നബിമാമിന്റെ ഇസ്തിഹാസകളാണെങ്കിൽ പക്ഷേ ഇത് ഇതിലെങ്കിലും നമ്മൾ അവസരം കൊടുക്കാം. ആലോചിച്ച് പറഞ്ഞ വിഷയമാണല്ലോ ശരിക്കും. അതെ അതെ കുളത്തി ചെറുക്കല്ലേ എന്ത് ചെയ്താലും ശരിക്കും ശരിക്കില്ല. അതൊന്നും അല്ല അയാൾ പറയട്ടെ. വർത്താൻ പറയില്ല.
അല്ല ഇവിടെ ഈ ശിർക്ക് ശിർക്കോളജി കുറെ കാലം പള്ളിത്തിൽ പോയി എന്നിട്ട് കിടന്ന് വായിച്ചർത്ഥം അല്ല അല്ല അങ്ങനെയല്ല പറഞ്ഞു വായിച്ചർത്ഥം നമ്മൾ അങ്ങനെ ഒരു സംഗതിയിൽ ഇടപെടാത്ത എന്നാ അങ്ങനെ ഒരു കാര്യം അല്ല നിങ്ങളിവിടെ പറയണ്ടല്ലോ ഒരു കുട്ടി വന്നുകൊണ്ട് അല്ലെങ്കിൽ സംശയം പറയും. വേണ്ട വേണ്ട, നിങ്ങളോട് ഞങ്ങൾ ചോദിക്കുന്നില്ല, അദ്ദേഹത്തോടെ ചോദിക്കുന്നത്. നിങ്ങൾ അതിൽ ഇടപെടില്ലല്ലോ. ഉപ്പര് പറയട്ടെ, ഉപ്പര് പറയട്ടെ. അജ്മലൊന്നുമില്ല. അജ്മലിനെ നിങ്ങൾ അജ്മലിനോട് പറഞ്ഞിരുന്നോ ഉത്തരം പറഞ്ഞിരുന്നു? ആ ഉത്തരവൊന്നും ഇവിടെ പറഞ്ഞാൽ അജ്മലിനോട് പറഞ്ഞു കിട്ടിയ ഉത്തരം കിട്ടിയത് അജ്മലിനോട് പറഞ്ഞു പോയി. ആ ഉത്തരം എന്താണ്? അത് നിങ്ങൾ അല്ല എന്ത് ഞാൻ തെളിച്ചാൽ മതിയോ? അതില്ലാന്ന് അദ്ദേഹം. ഓക്കെ. ഇലാ മൗഖിഫിൽ അവ്വൽ ഖുബാലത്ത് വജ്ഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതിന്റെ ഫയലാണ് അത്. വിദ്യാർത്ഥികളുടെ മസല പഠിപ്പിക്കാണ്, അതിന്റെ രൂപം പഠിപ്പിക്കും. വിദ്യാർത്ഥി എന്നാണ് വിദ്യാർത്ഥി ഖബർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇയാൾ ഫിസിക്സിന്റെ മാസ്റ്ററാണ്. അന്നഹു യംബഗി ലികുല്ലി മൻ ഹജ്ജ അൻ യതവജ്ജഹു ഇലാ സിയാറത്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫസ്ലുൻ ഫീ സിയാറത്തി ഖബറി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅദ്കാരിഹാ. يعلم أنه ينبغي لكل من حج أن يتوجه إلى زيارة رسول الله صلى الله عليه وسلم سواء كان ذلك أو لم يكن، وإن كان قد أوصاه أحد بالسلام على رسول الله صلى الله عليه وسلم قال السلام أوصاه أحد. أوصاه أحد فاعل أوصى فاعل മനസ്സിലായിട്ട് വിശദീകരിച്ചു. قال السلام عليك يا رسول الله من فلان بن فلان ثم يتأخر قدر ذراع إلى جهة يمينه فيسلم على أبي بكر رضي الله عنه ثم يتأخر ذراعا آخر فيسلم على عمر رضي الله عنهما ثم يرجع إلى موقفه الأفضل قبالة وجه رسول الله صلى الله عليه وسلم വിദ്യാർത്ഥിയുടെ ഫയൽ തിരിഞ്ഞോ? അല്ല തിരിഞ്ഞോ? ഈ മണ്ണെ ഇത് ഈ കിതാബ് ഏതാണ്? അപ്പോ എന്നിട്ടാണ് അല്ല അല്ല അപ്പൊ ഉദ്ദേശിക്കുന്ന ആള് അതെ സുമ്മയർജിയോ إلى موقف الأول قبالة وجه رسول الله صلى الله عليه وسلم ويتوسل به في حق نفسه. നിങ്ങൾ അന്ന് ഞാൻ പറഞ്ഞു നിങ്ങൾ ഇതിലുണ്ടെന്ന് പറഞ്ഞു.